ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 12 എൽ വിജയ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അരുൺ വിജയ് നായകനായ മിഷൻ ചാപ്റ്റർ 1. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് അരുൺ വിജയ്, നിമിഷ വിജയൻ, അമി ജാക്സനൊക്കെയാണ്. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ ഒരു ബ്രിട്ടൻ ജയിലിൽ അകപ്പെടുന്ന കഥയാണ് പറഞ്ഞു പോകുന്നത്. ആ ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്നത് ഗുണശേഖരൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പോലീസ് ഓഫീസറാണ്, തമിഴ്നാട് ജയിലറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്കായാണ് ബ്രിട്ടനിലോട്ട് എത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു ഹെഡ് ഇഞ്ചറി പറ്റുകയാണ്. അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ മകളും അദ്ദേഹമായിട്ട് ഈ ബ്രിട്ടനിലെത്തുന്നത്. പൈസയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അദ്ദേഹം ചതിക്കപ്പെടുകയും പിന്നെ ഈ ജയിലിലാകുന്ന കഥയൊക്കെയാണ് സിനിമയുടെ മെയിനായിട്ട് പറയുന്നത്. അവിടെ എത്തിയപ്പോഴാണ് തനിക്ക് മനസ്സിലാകുന്നത് തൻ്റെ പഴയ ശത്രുക്കൾ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടനിൽ നിന്ന് ആയുധം എടുക്കുകയും ബ്രിട്ടനിലുള്ള 3 പ്രസിഡൻസിനെ അവർക്ക് രക്ഷപ്പെടുത്താനുള്ള കഥയൊക്കെയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറയുന്നത്. അപ്പോഴാണ് സാൻഡ്ര എന്ന് പറയുന്ന അവരും ഒരു ജയിലറുമായിട്ട് ഈ ഗുണശേഖർ എന്ന് പറയുന്ന ജയിലറും കൈ കൊടുക്കുകയും അവിടെയുള്ള ജയിലേഴ്സിനെ പിടിച്ചിടുകയും ചെയ്യുന്ന കഥയൊക്കെയാണ് മുന്നോട്ട് പറഞ്ഞു പോകുന്നത് സിനിമയിലൂടെ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയാണ്, കാരണം ഈ ടെററിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന്. അതാണ് മെയിൻ കഥയെന്ന് പറയുന്നത്. അപ്പോൾ എമി ജാക്സൻ്റെ കഥാപാത്രം സാൻഡ്ര എന്ന് പറയുന്നത് നല്ല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം തന്നെങ്കിലും അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ആ ഫേസിൻ്റെ അതിപ്പം ഒരുവിധമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. പഴയ ആ ലുക്കൊക്കെ പോയി, പക്ഷേ ആ ഫേസിൻ്റെ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അവർ നല്ല വൃത്തി അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു ക്വാളിറ്റിയുള്ള ഫൈറ്റ് സീക്വൻസ് തന്നെയാണ്. ഏകദേശം 10 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കിഡിലൊരു ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സിനിമ. ഒരു വൺ ടൈം വാച്ചബിൾ എന്നേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം നല്ല ആക്ഷൻ സീക്വൻസ്, നല്ല അത്യാവശ്യമുള്ളൊരു കഥ. പിന്നെ ആക്ടേഴ്സിൻ്റെ അഭിനയമായാലും കുഴപ്പമില്ല, നിമിഷ വിജയനായാലും കുഴപ്പമില്ല. എല്ലാവരും ഓൾറൗണ്ടായിട്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ അരുൺ വിജയ് നായകന മിഷൻ ചാപ്റ്റർ 1. അപ്പോൾ ഇതുവരെയ്ക്ക് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആഹാം പ്ലാറ്റ്ഫോം വഴി കാണാൻ പറ്റും, ആമസോൺ പ്രൈം വീഡിയോ വഴി കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ്.